നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല. കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ്. ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം വലിയ ശ്രദ്ധ നേടാറുണ്ട്. ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ഡോക്ടറായ എലിസബത്തിനെ ബാല വിവാഹം കഴിച്ചത്. പിന്നീട് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുമിച്ചെത്തി ആരാധകരുമായി ഇരുവരും വിശേഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു. ബാല അസുഖമായി ആശുപത്രിയിൽ കിടന്നപ്പോഴെല്ലാം എലിസബത്ത് ആയിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളായി ഇരുവരെയും ഒരുമിച്ച് കാണാറില്ല. ഇതോടെ നടനും എലിസബത്തും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. തന്റെ വിശേഷങ്ങളെല്ലാം അപ്പോഴും എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു. അതിലൊന്നിലാണ് താൻ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും ഡോക്ടർ ജോലിക്കായി നാട് വിട്ട് വന്നിരിക്കുകയാണെന്നും എലിസബത്ത് പറഞ്ഞത്. എന്നാൽ എവിടെയാണ് എലിസബത്ത് ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. സ്ഥലം എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുമില്ല. നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിലാണോ അതോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്താണോ എന്നത് വ്യക്തമല്ല. ജോലിയിൽ പ്രവേശിച്ച ശേഷം ആദ്യമായി ഇതാ നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണെന്ന് എലിസബത്ത് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം എലിസബത്ത് വെളിപ്പെടുത്തിയത്. നാട്ടിലേക്കുള്ള വിമാനം കാത്തിരിക്കുന്ന സമയത്ത് പകർത്തിയ വീഡിയോയിലാണ് താൻ അവധിക്കായി നാട്ടിലേക്ക് പോവുകയാണെന്ന് എലിസബത്ത് പറഞ്ഞത്. ക്രിസ്മസിനും ന്യൂ ഇയറിനും അവധി ലഭിക്കാതിരുന്നത് കൊണ്ടാണ് വരാതിരുന്നതെന്നും വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞു. ഒപ്പം ന്യൂ ഇയർ ആശംസകൾ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള ആശംസകളും എലിസബത്ത് നേർന്നു. നാട്ടിലെത്തിയ സന്തോഷം എലിസബത്ത് പങ്കിട്ടതോടെ ബാലയെ കാണാൻ പോകുമോ എന്ന ചോദ്യങ്ങളാണ് ആരാധകരിൽ നിന്നും ഏറെയും വരുന്നത്. ബാലയെ ഉപേക്ഷിച്ചോ, ബാലയുടെ അടുത്തേക്ക് പോകുമോ? എലിസബത്ത് ന്യൂ ഇയർ ആശംസകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ബാല അറിയാൻ വേണ്ടി പറയുന്നത് പോലെ തോന്നുന്നു എന്നെല്ലാമാണ് കമന്റുകൾ. എലിസബത്ത് മെലിഞ്ഞ് കൂടുതൽ സുന്ദരിയായി എന്നും കമന്റുകളുണ്ട്. അതേസമയം അടുത്തിടെ എലിസബത്തിനെ കുറിച്ച് ബാലയോട് ചോദിച്ചപ്പോൾ നടന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത്. ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം. എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ്, പ്യുവർ ക്യാരക്ടറാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, ഞാനും അവളുടെ കൂടെ ഇല്ല. വിധി. അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവൾ സ്വർണ്ണമാണ്. ഇതിന്റെ മുകളിൽ ഒന്നും ചോദിക്കരുത്. ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ് എലിസബത്ത്. എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുൻ ഭാര്യ അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആണ് ബാല രംഗത്തെത്തിയിരുന്നത്. മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി. സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞെട്ടിപ്പോയി. അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുടുംബം, കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല. ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അന്ന് ഞാൻ തളർന്നുപോയി. എല്ലാം തകർന്ന ഒരു സെക്കൻഡിൽ. അതോടെ ഫ്രീസായി. 3 പേര് എസ്കേപ്പ് ആവില്ല, 2 പേരല്ല 3 പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. തനിക്ക് മകൾ ഉള്ളത് കൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു. മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത്. എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങളടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറഞ്ഞത്. പിന്നാലെ ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമൃത രംഗത്തെത്തിയിരുന്നു. തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ മറുപടി. വിവാഹമോചനത്തിനൊപ്പം തന്നെ അമൃതയും ബാലയും തമ്മിൽ തുടർന്നുള്ള ജീവിതങ്ങളിൽ ഇടപെടില്ല എന്നും മാധ്യമങ്ങളിൽ സ്വകാര്യ വിവരങ്ങൾ ചർച്ച ചെയ്യില്ല എന്നും കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നും കോടതിയുടെ തീർപ്പിനെ ഉദ്ധരിച്ച് അമൃതയുടെ അഭിഭാഷകർ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.